മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു വീട്ടിലേക്ക് വരികയാണ്. മനു വീട്ടിലേക്ക് വരുമ്പോൾ കമല വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്തായടാ നീ പോയ കാര്യം, അലീനടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനുവിക്കയുടെ അച്ഛൻ എന്തി, അച്ഛൻ ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് കടന്ന്. കമല വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ അലീനടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന്. അപ്പോൾ മനു പറയുകയാണ്, അച്ഛനിപ്പം കടക്കിയില്ലേ, അച്ഛൻ എണീച്ച് വരട്ടെ, അപ്പോൾ രണ്ടുപേരടുത്തും കൂടെ ഒരുമിച്ച് സംസാരിക്കാം, രണ്ടായിട്ട് എപ്പോഴും കിടന്ന് സംസാരിക്കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോൾ കമലയാണെങ്കിൽ മനുവിനെ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. നീ ഇവിടെ ഇരുന്നേ, ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം, അച്ഛനെ ഇപ്പം തന്നെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കമല അകത്തേക്ക് ചെന്ന് ശിവശങ്കരനെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ മനു അവിടെ ചെന്നിരുന്നപ്പോഴത്തേ ശിവശങ്കരനെ പിടിച്ചുകൊണ്ട് വരികയെന്ന്. എന്താ കമല, എന്താ കാര്യം, നീ മനുഷ്യൻ കടക്കാൻ സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കമലയാണെങ്കിൽ ശിവശങ്കരനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതേ മനുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. അപ്പം ശിവശങ്കരൻ ചോദിക്കണം, എന്തായി മനു, നീ അലീനയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്നും സംസാരിച്ചില്ലയോ എന്ന് ശിവശങ്കരൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ശരണയുടെ വീട്ടിൽ പോയിരുന്നെന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, നീ ശരണയുടെ വീട്ടിൽ പോയേ, അതെന്തിനാ നീ പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, അത് ആ ഷാജി ഉണ്ടല്ലോ, അന്ന് അലീനെ രക്ഷിച്ച് അയാൾ അവിടെ വന്ന് ശരണയ്ക്ക് അലീനെ കാണണമെന്ന് പറഞ്ഞ്, അങ്ങനെ അലീനയും കൊണ്ട് ഞാൻ പോയതാണെന്ന് പറയാണ്. അപ്പം നീ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് കമല ചോദിക്കുകയാണ്. അപ്പം അലീനയ്ക്ക് ശരണയെ കാണണം, അതുകൊണ്ട് ഞാൻ കൂടെ കൊണ്ടുപോയെന്ന് പറയാണ്. എന്നിട്ടും നീ ഹരിയുടെ കാര്യം അലീനയോട് സംസാരിച്ചില്ലേ എന്ന് കമല ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ചില്ല, ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? അപ്പം മനുവിൻ്റെ അടുത്ത് ശിവശങ്കരൻ ചോദിക്കുകയാണ്, നീ ഇങ്ങോട്ട് പോയപ്പോഴെങ്കിലും അലീനയോട് ഈ കാര്യം സംസാരിക്കാഞ്ഞത് എന്താണെന്ന് മനുവിനോട് ശിവശങ്കരൻ ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, അച്ഛാ ഞാൻ എങ്ങനെയാണ് ഈ കാര്യം അലീനയോട് സംസാരിക്കുന്നത്, ഞാൻ ഈ കാര്യം അങ്കിളുമായിട്ട് സംസാരിച്ച്, അപ്പം അങ്കിളിൻ്റെ അഭിപ്രായം ഞാൻ ഈ കാര്യം അലീനയോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അങ്കിളും പറഞ്ഞത്. മാത്രമല്ല അങ്കിള് രോഹിത്തിൻ്റെ കാര്യം പറയാൻ ചെന്നപ്പോഴും അലീന ഒരു റെക്കമെൻഡേഷനും ശരണ്യടുത്ത് പറയത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നുള്ള കാര്യം എന്നോട് അങ്കിള് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കാര്യം അലീനയോട് പറഞ്ഞ് നാണം കിടണ്ടെന്ന് അങ്കിളും എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം മനു ആണെങ്കിൽ ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്. അപ്പം കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അയാൾ അങ്ങനല്ലേ പറയത്തുള്ളൂ, അയാളുടെ മോൻ രക്ഷപ്പെട്ടില്ലേ, എൻ്റെ മോനല്ലേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് പറയുകയാണ്. ഈ കാര്യം ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കാൻ നേരെ അലീനയുടെ അടുത്ത് സംസാരിച്ചാൽ പോരെയെന്ന് കമല ചോദിക്കുകയാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു, അപ്പോഴും അലീനയുടെ അഭിപ്രായം അതാണ്, ആർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല അച്ഛാ എന്ന് മനു പറയുകയാണ്. അപ്പോഴത്തേക്ക് കമലയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം അലീനയോട് പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമല ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അലീനയടുത്ത് പറഞ്ഞു, എനിക്ക് അലീനയെ കല്യാണം കഴിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരനും കമല അങ്ങ് ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ അലീനയെ ഇഷ്ടമാണെന്നും അതേപോലെ എനിക്ക് അവളെ കല്യാണം കഴിക്കണമെന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവളെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഇല്ല എന്നുള്ള കാര്യവും ഞാൻ അറിയിച്ചെന്നുള്ള കാര്യം മനു പറയുകയാണ് കമലയെടുത്തും ശിവശങ്കരൻ്റെ അടുത്തും. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാടാ മനു ഈ പറയുന്നത്? ആണെച്ചാൽ എനിക്ക് അലീനെ വിവാഹം കഴിക്കണം, അവളെ മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണായിട്ട് വരത്തുള്ളൂ, വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കത്തില്ലെന്നുള്ള കാര്യം അലീനയോട് ഞാൻ ഇന്ന് നേരിട്ട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പം ശിവശങ്കരൻ ചോദിക്കുകയാണ്, എന്നിട്ട് അലീന എന്താ പറഞ്ഞ്? അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അവൾക്ക് പ്രത്യേകിച്ചൊരു തീരുമാനമില്ല, അവളൊന്നും മിണ്ടിയില്ല. ഈ കാര്യം പറഞ്ഞപ്പം അവൾ അവളുടെ ജീവിത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ നിലയും വിലയും കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കി. പക്ഷേ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് മനു പറയുകയാണ്. അപ്പോൾ കമല പറയാണ്, അവൾക്ക് കിട്ടിയേക്കുന്ന ലോട്ടറി അല്ലേ, നീ അവളെ കല്യാണം കഴിച്ച അവളുടെ ഭാഗ്യമല്ലേ എന്ന് പറയുകയാണ്. ഇതൊരിക്കലും നടക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, അത് ഈ ഒരാഗ്രഹം നിൻ്റെ മനസ്സിൽ നിന്ന് കളയുന്നേ നല്ലത്, ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കമല വാശിയോടെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മനു ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അമ്മയുടെ അനുവാദം ആർക്ക് വേണം, എനിക്കിഷ്ടമാണെങ്കിൽ അതേപോലെ അലീനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അലീനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും. പിന്നെ അമ്മയുടെ ഇഷ്ടം ആര് നോക്കുന്നു, ഇങ്ങോട്ട് ഞങ്ങൾ വരുമെന്ന് ആര് പറഞ്ഞു? എനിക്കറിയാം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നും കല്യാണം കഴിക്കുന്ന പെണ്ണിനെ എങ്ങനെ പോറ്റണമെന്നും എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് മനു ദേഷ്യം അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് കമല ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. കമല ഉടനെ ശിവശങ്കരൻ്റെ അടുത്ത് പറയാണ്, കണ്ടോ അവൻ പറഞ്ഞിട്ട് പോകുന്ന കണ്ടോ, നിങ്ങളിതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിന്നോളാൻ പറയുകയാണ്. ആകപ്പാടെ സങ്കടപ്പെട്ട് അവിടെ പോയി സെറ്റ് ചെയ്തിരുന്ന് സങ്കടത്തോടെ ഇരിക്കുകയാണ് കമല. ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. രോഹിത്താണെങ്കിൽ പനിയൊക്കെ മാറി ഉഷാറായിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് വന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തെ ഇന്ന് കുളിക്കുകയൊക്കെ വേണ്ടേ, നിൻ്റെ പനിയൊക്കെ കുറഞ്ഞല്ലോ, ഇനി പഴയതുപോലെ ആവണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് വേണമെന്ന് പറയാണ്. അപ്പം എണ്ണ തേച്ച് കൊടുക്കുകയാണ് അലീന എണ്ണ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് മുടിയെല്ലാം ജട പിടിച്ച് ദിവസം കുളിക്കാതൊക്കെ ഇരുന്ന് ആകപ്പാടെ വല്ലാതായിരിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, നിൻ്റെ മുടി മൊത്തം ജട പിടിച്ച് ഇത് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞാൽ ശരിയാകത്തോളം എന്ന് പറയാണ്. അപ്പം രോഹിത്താണെങ്കിൽ അങ്ങനെ മുടി വെട്ടാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ മുടിയൊക്കെ എടുത്ത് വെട്ടിക്കൊടുക്കുകയാണ്. ആ സമയത്ത് ബബിത അങ്ങോട്ട് വരുന്നുണ്ട്. ബബിത കാണുമ്പോൾ അലീന ഇങ്ങനെ രോഹിത്തിൻ്റെ മുടിയൊക്കെ
വെട്ടി വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇത് കണ്ട ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ബബിത അങ്ങ് പോവുകയാണ്. അങ്ങനെ മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കി തലയിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തിട്ട് അലീന പറയുന്നുണ്ട്, രോഹിത്തെ നീ പോയി കുളിച്ച് ഫ്രഷ് ആവുക എന്ന് പറയാണ്. ബാക്കി കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ രോഹിത്ത് കുളിച്ച് ഫ്രഷ് ആവാൻ പോവുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് രോഹിത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് വന്ന് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുകയാണ് രോഹിത്തിൻ്റെ രൂപം. മുടിയൊക്കെ വെട്ടി ഒതുങ്ങി നല്ലൊരു രീതിയിലേക്കാണ് രോഹിത്തിനെ പിന്നെ കാണിക്കുന്നത്. അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീന വന്നിട്ട് പറയാണ്, ആഹാ രോഹിത്ത് അങ്ങ് മാറിപ്പോയല്ലോ, ഇപ്പം നല്ല മിടുക്കനായിപ്പോയി. നീ ഒരു കാര്യം ചെയ്യ്, ആഹാരം കഴിക്കാൻ കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ താഴോട്ട് വരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയാണ്. ശരി എന്നെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അലീന അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് രോഹിത്ത് പുറകിൽ നിന്ന് അലീന ചേച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ആകപ്പാടെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാൻ വയ്യാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. വീണ്ടും വിളിക്കുകയാണ്, ചേച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. എന്നിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ തന്നെയാണോ ചേച്ചി എന്ന് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, അതെ ഞാൻ അലീന ചേച്ചി തന്നെയാണ് ചേച്ചി എന്ന് വിളിച്ചത്. കൃഷ്ണമോള് വിളിക്കുന്നുണ്ട്, ഇപ്പം ബബിതയും വിളിക്കുന്നുണ്ട്, ഇനി ഞാനും ചേച്ചി എന്ന് വിളിക്കാം എന്ന് രോഹിത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് ആ കട്ടിലിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് അലീന വരുന്നുണ്ട്. അപ്പോൾ അലീന വന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഇത്രയും നാൾ എന്നോട് ഇത്ര വിരോധം എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്താണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെ എന്തായിരുന്നു നിനക്ക് ഇത്രയും നാൾ എന്നോട് ഇത്ര ശത്രുത എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, എനിക്കാണെങ്കിൽ എല്ലാവരോടും ശത്രുതയായിരുന്നു, ചേച്ചിയോടും അതേപോലെ അച്ഛനോടും. ചേച്ചിയും അച്ഛനും തമ്മിലുള്ള ബന്ധം അങ്ങനെ എനിക്ക് ആകപ്പാടെ എല്ലാവരോടും ദേഷ്യമായിരുന്നു. ചേച്ചിയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. കാരണം ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പെട്ടെന്ന് തന്നെ ചേച്ചി വരികയും ആദ്യം അച്ഛനുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യം പറഞ്ഞില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അമ്മ ഇവിടുന്ന് ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ മോളാണെന്ന് പറഞ്ഞ് അത് കള്ളത്തരമാണെന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നൊക്കെ രോഹിത്ത് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇപ്പോഴും നിൻ്റെ സംശയവും ദേഷ്യവും എന്നോടുണ്ടോ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, ഒരിക്കലും ഇല്ല, എനിക്ക് അങ്ങനെ സംശയമില്ല. ഇപ്പം കൃഷ്ണമോക്കും ബബിതയും പോലെ തന്നെ എനിക്കും അലീന ചേച്ചി എൻ്റെ ചേച്ചി തന്നെയാണെന്ന് പറയുകയാണ്. ഇനി ഒരിക്കലും ചേച്ചിയോട് തെറ്റായ രീതി പെരുമാറത്തില്ല എന്ന് പറയാണ്. അന്നേരം അലീന കണ്ണു നിറഞ്ഞുകൊണ്ട് പറയാണ്, നീ എന്നോട് ഓരോ തവണയും എന്നെ ഒഴിവാക്കുമ്പോഴും എനിക്കറിയാം നീ എൻ്റെ കുഞ്ഞനിയനാണെന്ന്. ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ അനിയൻ്റെ ചെറിയ തെറ്റായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും നിന്നെ ഞാൻ ശപിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവിടത്തേക്ക് രോഹിത്തിന് വിഷമാവുന്നുണ്ട്. രോഹിത്ത് പറയാണ്, ഇനി ഒരിക്കലും ഞാൻ ചേച്ചിയെ വേദനിപ്പിക്കത്തില്ല, എന്നും ചേച്ചിയുടെ കൂടെ ഞാനുണ്ടാവും, എൻ്റെ സ്വന്തം ചേച്ചിയായിരിക്കും അലീന ചേച്ചി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതേപോലെ നീ അച്ഛനെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലെന്ന് അലീന പറയാണ്. അച്ഛനെ പോലെ നല്ലൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അത് നിനക്ക് പതിയെ മനസ്സിലാവുമെന്ന് അലീന രോഹിത്തിനോട് പറയാണ്. അങ്ങനെ രോഹിത്തിന് അലീനയോടുള്ള ദേഷ്യമൊക്കെ മറന്ന് അലീനെ സ്വന്തം ചേച്ചിയായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രോഹിത്ത്.